പൊന്നാനിയിലെ വിസ്മയങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട് പൊന്നാനിയുടെ ഓരോ ഭാഗത്തും. എങ്കിലും അതിൽ പ്രകൃതി ഒരുക്കിയ സ്നേഹബന്ധത്തിന്റെ കഥയാണ് പൊന്നാനി ഹാർബറിന് സമീപമുള്ള പഴയ പാണ്ടികശാല അഥവാ ഗുദാമുകൾ. ആൽമരത്തിന്റെ വേരുകൾ പഴയ കെട്ടിടത്തിൽ പുണർന്നു നിൽക്കുന്ന കാഴ്ച പൊന്നാനിയുടെ സ്വന്തമാണ്. മുൻപ് ഗുജറാത്തികളുടെ വ്യാപാര കേന്ദ്രമായിരുന്നു ഈ പാണ്ടികശാല. മുൻപ് കപ്പലുകളും പത്തേമാരികളും ചരക്കിറക്കിയ കാലത്ത് പൊന്നാനിയിൽ കച്ചവട സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടങ്ങളാണ് ഈ പാണ്ടികശാലകൾ. കാലത്തിന്റെ ഒഴുക്കിൽ പഴയ തുറമുഖ പ്രഭാവം ഇല്ലെങ്കിലും ഇന്നും ഇത്തരം ചില കെട്ടിടങ്ങൾ പൊന്നാനിയിൽ കാണാം. നമ്മളെ വാപ്പാരൊക്കെ ഉരുൾ പോകുന്ന സമയത്ത് ഇത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ മഞ്ചിന്റെ ഈ കൊപ്പര, ഈ മുളക്, മല്ലി അങ്ങനെ ഒരു ഗോഡൗണായിരുന്നു. പല ചരക്കുകൾ കൊണ്ടാൻ തന്നെ ഗോഡൗണ. അന്ന് ഈ പാതാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ അടുത്താണ്. ഇപ്പോൾ നിലവിലുള്ള ഹാർബറൊക്കെ പോയായിരുന്നു. ഇപ്പോഴാണ് അത് ഹാർബറായിട്ട് പോയ തൂർത്തിൻ്റെ ഹാർബറാക്കിയത്. പഴയ കാലഘട്ടത്തിൽ കാരണവന്മാരൊക്കെ ഉള്ള അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഗോഡൗണും കാര്യങ്ങളൊക്കെ. അരിച്ചാക്കായാലും ബാക്കിയുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും ഈ മഞ്ചിന്ന് കൊണ്ടുവന്നാലും ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോക്ക് ചെയ്യുക. ഇത്രയും മനോഹരമായ വേര് പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാലേ ഇതൊക്കെ പൊന്ത പൊടിച്ചിട്ട് കടിച്ച് കിടക്കായിരുന്നു. ആ കാലങ്ങളിൽ ഉരുവിൻ്റെ പണിയൊക്കെ നിർത്തിയതിൻ്റെ പേരിൽ ഇതിൽ ഈ ഭാഗത്തേക്കൊന്നും ആളുകൾ വരില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഈ പരുന്തുകളായാലും കാക്കകളായാലും ഈ ഇതിൻ്റെ കായകൾ വസിച്ചിട്ട് ഇത് അപ്പിട്ടിട്ടാണ് ഇതൊക്കെ ഈ മരത്തുമ്മൽ ചുമരുമ്പൊക്കെ പറ്റിയിട്ട് ഇത്രയും വലിയ മരമായിട്ട് ഈ ആലുമരമല്ല ഇത് പറയേണ്ടത് വേരിങ്ങനെ ലോടത്തും ചുറ്റുപറ്റുമല്ലോ. പുതിയ കാലത്ത് വിവാഹ ഫോട്ടോഷൂട്ടിനായും മറ്റും ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നുണ്ട്. എങ്കിലും ഈ പ്രദേശത്തെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചു പോന്നാൽ വരും കാല തലമുറയ്ക്കും ഒരു ചരിത്രമായി കാണാം. ഇതിപ്പോ ഡെയിലി ഇവിടെ കല്യാണം കഴിഞ്ഞ പാർട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഫോട്ടോസ് എടുത്തിട്ട് സൂര്യനൊക്കെ എടുത്തിട്ട് പോകാനുള്ള അത്ര വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് പൊന്നാനി. പക്ഷെ ഇത് പുറം ലോകം അറിയുന്നില്ല. പറഞ്ഞവരറിഞ്ഞവരിപ്പോൾ ഏത് കല്യാണം കഴിയാന്നുണ്ടെങ്കിലും ഈ ലൗസീനൊക്കെ എടുക്കാൻ ഈ ഭാഗത്തൊക്കെ വരുന്നത്.